Okay, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ നമ്മള് ബ്രിഡ്ജ് കോഴ്സിന്റെ സെക്കൻഡ് പാർട്ട്, കെമിസ്ട്രിയുടെ സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മളിപ്പം ഇന്ന് കിടക്കുന്നത്. സോ നമ്മൾ മാക്സിമം ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചില ആൾക്കാരൊക്കെ എന്താണ് റെക്കോർഡ് ക്ലാസ് കിട്ടുന്നത് കൊണ്ട് ലൈവ് ക്ലാസ്സിലേക്ക് വരാനുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും. എന്താണ് റെക്കോർഡ് ക്ലാസ് കിട്ടുമല്ലോ, പിന്നെ എപ്പോഴെങ്കിലും കണ്ടാൽ മതിയല്ലോ എന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ലൈവ് ക്ലാസ്സിൽ വന്നാൽ മാത്രമേ അതിനായിട്ട് എഫക്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ കൂടുതൽ റെക്കോർഡ് ക്ലാസ് ആരെയും കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ 10th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും റെക്കോർഡ് ക്ലാസ് ആരെയും കേട്ടോണ്ടിരുന്നുണ്ടാവാം. അപ്പൊ റെക്കോർഡ് ക്ലാസ് ആകുമ്പോഴുള്ള പ്രശ്നം നിങ്ങൾ എപ്പോ വേണമെങ്കിലും കേൾക്കാം എന്നുള്ളത് കൊണ്ട് നമുക്കറിയാം, നമുക്കൊരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അപ്പൊ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും കാണാം എന്നുള്ള രീതിയിൽ അത് മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അത് നാളെ നീളെയാകും. ശരിയല്ലേ? നമ്മളിപ്പോ സ്കൂളില് സാധാരണ നമ്മൾ സ്കൂളിൽ കറക്റ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പല ആൾക്കാരും കൃത്യമായിട്ട് പഠിച്ചു പോകുന്നത്. നമ്മൾ സ്കൂളിലൊന്നും പോകുന്നില്ല, എല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചോളൂ എന്ന് കാലാകാലം പറയുമായിരുന്നെങ്കിൽ ഓക്കെ, പല ആൾക്കാരെ ഫോഴ്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഠിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ലൈവ് ക്ലാസ്സുകൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, സോ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പീരിയോഡ് ടേബിളിന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു. സോ ഇത് നമ്മൾ കെമിസ്ട്രിയുടെ കൂടുതലായിട്ടുള്ള കുറച്ച് ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാണ്. ഓക്കെ, നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണം. കാരണം ഇത് നമ്മൾ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ സോ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറയുവാണെങ്കിൽ നമ്മൾ ബ്രാഞ്ചസ് ഓഫ് സയൻസ്. ഓക്കെ, സയൻസിന് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് അല്ലെ? ഓക്കെ, നിങ്ങളോട് ഇപ്പൊ ചാറ്റ് ചെയ്യാൻ വേണ്ടി പറയുവാണെങ്കിൽ നിങ്ങൾ ഒരു 100 ബ്രാഞ്ചെങ്കിലും പല ആൾക്കാർ പല രീതിയിൽ എന്താണ് പറയാൻ. സോ ബേസിക് ആയിട്ട് നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ആ ഒരു രീതിയിലാണ് അതിന്റെ ബ്രാഞ്ചസ് പോകുന്നത്. സോ പിന്നെ ബയോളജിയുടെ ബ്രാഞ്ചുകൾ ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി അങ്ങനെ പോകുന്നു. ഞാൻ ചോദിക്കുന്നത് കെമിസ്ട്രിയുടെ ബ്രാഞ്ചുകൾ നിങ്ങൾക്ക് അറിയാവുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം കെമിസ്ട്രി മെറ്റീരിയൽസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു. മെറ്റീരിയൽ സ്റ്റഡിയാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അതിനെ കുറിച്ചുള്ള ഡീപ്പ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ കെമിസ്ട്രി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഈ കെമിസ്ട്രിയുടെ ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്? സോ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാര് ആൻസേഴ്സ് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മെയിൻ ആയിട്ടും കെമിസ്ട്രിയുടെ ബ്രാഞ്ച് വന്നിട്ട് ഏതൊക്കെയാണ്? ഇനോർഗാനിക് കെമിസ്ട്രി. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി, then physical chemistry, then എന്താണ് ഓർഗാനിക് കെമിസ്ട്രി. സോ ഇങ്ങനെയാണ് മെയിൻ ആയിട്ട് നമ്മൾ കെമിസ്ട്രിയുടെ ബ്രാഞ്ചുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഈ ബ്രാഞ്ചുകളൊക്കെ എത്രയാണ് നിങ്ങളും പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി. സോ ഇതല്ലാതെ വേറെ ബ്രാഞ്ചുകൾ നിങ്ങൾ പറഞ്ഞിട്ടില്ല. സോ മെയിൻ നമ്മൾ ബ്രാഞ്ചസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഇത് മൂന്നും തന്നെയാണ്. ഓക്കെ, കെമിസ്ട്രിയുടെ ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മൂന്നും തന്നെയാണ്. പക്ഷേ നമുക്കറിയാം കെമിസ്ട്രിയുടെ ഡീപ് സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്രാഞ്ചുകൾ ഉണ്ട്. ലൈക്ക് എന്താണ് മെഡിക്കൽ ഫീൽഡിലേക്ക് മെഡിസിനൽ കെമിസ്ട്രി ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ. അല്ലെങ്കിൽ ഫുഡ് കെമിസ്ട്രി ഉണ്ട്, പോളിമർ കെമിസ്ട്രി ഉണ്ട്, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി ഉണ്ട്, അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്. സോ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ബ്രാഞ്ചുകൾ ഉണ്ട്. സോ അതിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. നമുക്ക് മെയിൻലി എന്താണ് ഇനോർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. ഇതിന്റെ തന്നെ പിന്നീടുള്ള ഇതിനെ എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്രാഞ്ചുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒട്ടനവധി ബ്രാഞ്ചുകൾ. ആ ഓരോ ബ്രാഞ്ച് നമുക്കറിയാം പലതരത്തിലുള്ള കോഴ്സുകളായിട്ടും വരുന്നുണ്ട് അല്ലെ? ഇനോർഗാനിക് കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും, സോ അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് +1ലും +2ലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പൊ +1ലെ നമുക്ക് ചാപ്റ്റേഴ്സ് എന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതായത് കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അഡ്വാൻസ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബേസിക് കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് +1ലെ ചാപ്റ്റർ എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അറ്റോമിക് സ്ട്രക്ചർ ആണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിലാണ് നമ്മൾ മോൾ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, നമുക്കറിയാം കുപ്സിതമായ മോൾ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലാണ് പഠിക്കുക. സെക്കൻഡ് ചാപ്റ്ററിലാണ് നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ വിചാരിക്കും നമ്മളിപ്പം 10th വരെ നമ്മൾ പഠിച്ചിട്ടുള്ള അറ്റോമിക് സ്ട്രക്ചറേ അല്ല +1ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് എതിർക്കും ഓരോ കാര്യങ്ങൾ. സോ ഇങ്ങനെ നല്ല ചാപ്റ്റർ നമ്മൾ 10th വരെ പഠിച്ചത് എന്ന് പറയും. ആ രീതിയിലുള്ള കാര്യമാണ് നമ്മൾ +1ന്റെ ഒറിജിനൽ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്.
നിങ്ങൾ 10th വരെ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും മിസ്റ്റേക്ക് ആണെന്ന് ഞാൻ പറയുന്നില്ല. സോ ആ ഒരു ഏജിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പലതും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഒറിജിനൽ. ഞാൻ ചോദിക്കട്ടെ, ആറ്റോമിക് സ്ട്രക്ചർ എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ആരെങ്കിലും ആറ്റത്തിനെ കണ്ടിട്ടുണ്ടോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആരെങ്കിലും ആറ്റത്തിനെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ വേണ്ടി പറ്റുമോ ആറ്റത്തിനെ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ആറ്റത്തിനെ കാണാൻ വേണ്ടി സാധിക്കുമോ? ഓക്കെ. സോ എല്ലാവരും ആൻസേഴ്സ് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നുണ്ട് മൈക്രോസ്കോപ്പ് ബേസ് നമുക്ക് വേണമെങ്കിൽ ആറ്റത്തിനെ കാണാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബിക്കോസ് നമുക്ക് ആറ്റത്തിന്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10⁻⁻10 മീറ്റർ സൈസ് ആണ്. നമുക്കറിയാം ഒരു മീറ്റർ എത്ര നമുക്കറിയാം. അപ്പം ഒരു മീറ്റർ 10⁻⁻2 മീറ്റർ ആണ് നമ്മൾ എന്താ പറയുന്നത്? സെന്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ? അതിന്റെയും നമ്മൾ എത്രയോ മടങ്ങ് താഴെയാണ് 10⁻⁻10 മീറ്റർ എന്ന് പറയുന്നത്. 10⁻⁻10 മീറ്ററിന് നമ്മൾ ആംസ്ട്രോങ് എന്നാണ് പറയാ. എയുടെ മോളിൽ 0 ഇട്ട സംഭവം. ഓക്കെ, 10⁻⁻2 മീറ്റർ സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 10⁻⁻3 മീറ്റർ ആണെന്നാണ് എന്ത് പറയുന്നത്? മില്ലിമീറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ മില്ലിമീറ്റർ എന്ന് പറയുന്ന വളരെ ചെറിയ സംഭവം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും ചെറിയ 10⁻⁻10 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ വേണ്ടി പറ്റില്ല. 10⁻⁻6 ഇതിനാണ് നമ്മൾ മൈക്രോ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നമ്മളുടെ ബയോളജി നിങ്ങൾ പഠിക്കുന്ന സെൽസ് അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താ പറയാ ലിവിങ് തിങ്സ് ഒക്കെ ഉണ്ടാവുക. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു മൈക്രോസ്കോപ്പ് ബേസ് നമുക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ അതിലും താഴെ 10⁻⁻6 പറയുമ്പോൾ തീരെ ചെറിയ സൈസാണ്. അതിന്റെ പിന്നെ ഒരുപാട് ചെറിയ സൈസാണ് 10⁻⁻10 എന്ന് പറയുമ്പോൾ, 10⁻⁻10 മീറ്റർ എന്ന് പറയുമ്പോൾ. അതിനാണ് നമ്മൾ ആംസ്ട്രോങ് സൈസ് എന്നൊക്കെ പറയുന്നത്. ഈ ആംസ്ട്രോങ് സൈസിലുള്ള ആർട്ടിനെ നമുക്ക് ഒരിക്കലും കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമ്മൾ കാണാത്ത ആർട്ടിനെ കുറിച്ച് നമ്മൾ ഇത്ര പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? നമ്മൾ ഇതുവരെ ആരും കാണാത്ത, ഒരു സയന്റിസ്റ്റ് പോലും കാണാത്ത, മൈക്രോസ്കോപ്പിൽ കൂടെ പോലും കാണാത്ത ആറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റത്തിനെ ആരും കണ്ടിട്ടില്ല. നമ്മൾ ആറ്റത്തിന്റെ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അല്ലാതെ ആരും ആറ്റത്തിനെ കണ്ടതുകൊണ്ട് ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടെന്നും അതിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നൊന്നും ആരും കണ്ടിട്ടില്ല. നമ്മൾ അങ്ങ് പ്രിഡിക്റ്റ് ചെയ്യുക മാത്രമാണ്. മനസ്സിലായോ? എല്ലാ കാര്യങ്ങളും എന്താണ്? പലപ്പോഴും പ്രഡിക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ 2 രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം. ഒന്ന് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളും കണ്ട് അങ്ങനെ തന്നെ വരണം. ഓക്കെ, നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ നേരിൽ കണ്ട് വിശ്വസിച്ച് നമ്മൾ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാന്ന് പറയുന്നത്. പക്ഷെ കെമിസ്ട്രിയുടെ പല കാര്യങ്ങളും നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ തിയറട്ടിക്കലി മാത്രമേ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. തിയറട്ടിക്കലി അപ്രോച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാറേ, 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, തിയറട്ടിക്കലി അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ ആരും ഒരു സയന്റിസ്റ്റുകളും അങ്ങനെ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാണ്? അത് അങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്ന് പറയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. അതിന്റെ ബേസിസ് നമ്മൾ പഠിക്കുകയാണ്. മനസ്സിലായോ? അതാണ് നമ്മൾ തിയറിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് തിയറിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കൺവിൻസ്ഡ് ആവേണ്ടി വരും. നമ്മൾ എന്താണ് അത് കൺവിൻസ്ഡ് ആവേണ്ടി വരും. അതായത് നമുക്കത് പിടിച്ചാൽ കിട്ടുന്നത്. നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ പറയാലും അതങ്ങനെ വരില്ലല്ലോ. നമ്മളിങ്ങനെ ആലോചിക്കും, ഓക്കെ ആറ്റം അങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യുമോ? ആറ്റത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും അല്ലെ? പക്ഷെ നമ്മളെന്താ, നമുക്കൊരിക്കലും ഒരു സയന്റിസ്റ്റും കാണാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിനിടയ്ക്കൂടെ കൺഫ്യൂഷൻ പറ്റത്തില്ല. നമുക്ക് അതിനുള്ള തിയറി എന്താണോ അത് അങ്ങനെ തന്നെ നമുക്കങ്ങ് അപ്രോച്ച് ചെയ്യാനേ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ നമ്മൾ +1ലേക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങളും നമ്മൾ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പലപ്പോഴും നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. ഓക്കെ, പ്രാക്ടിക്കൽ ആയിട്ട് എനിക്ക് കാണുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് എന്താണ് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്നൊന്നും പറഞ്ഞാൽ കെമിസ്ട്രി പഠിക്കാൻ പറ്റത്തില്ല.
പല കാര്യങ്ങളും എന്താണ് നമ്മൾ നേരിൽ കാണാത്ത, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളന്ന് അംഗീകരിക്കേണ്ടത്. മനസ്സിലായോ? അതാണ് കെമിസ്ട്രിയുടെ ഒരു പ്രശ്നം. പക്ഷെ പ്രശ്നമല്ല, നമുക്ക് അങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലോ? കാരണം അത്രയും മൈന്യൂട്ട് ആയിട്ട്, അത്രയും ഡെപ്തില്, ചെറിയ ലെവലിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന കെമിസ്ട്രിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എല്ലാം പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. സോ ആറ്റമിക് സ്ട്രക്ചർ ആണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളുള്ളത്. ഓക്കെ, അപ്പൊ ആറ്റമിക് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടേഷനിലാണ്. കംപ്ലീറ്റ്ലി എന്താണ്, ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് നമ്മൾ മുഴുവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. കെമിസ്ട്രി ഫുൾ കമ്പ്യൂട്ടേഷനിലാണ്. അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ആറ്റമിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സർക്കിൾ വെച്ചിട്ട് ആ സർക്കിളിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ടെന്നും പിന്നെ ഒരു ഒന്നാമത്തെ ഷെൽ ഉണ്ടെന്നും രണ്ടാമത്തെ ഷെൽ ഉണ്ടെന്നൊക്കെ നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചു. +1 ആദ്യം അങ്ങനെ പഠിക്കും കേട്ടോ. +1 ആദ്യം അങ്ങനെ പഠിക്കുക, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ പിന്നീട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പ്യുവർലി നമ്മൾ എന്താണ്, മാത്തമാറ്റിക്കൽ ഓർ കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാം, കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാമിംഗ്. ഓക്കെ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അല്ലെ? കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ. സോ അങ്ങനെയുള്ള കമ്പ്യൂട്ടേഷണൽ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെമിസ്ട്രിയിലെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കമ്പ്യൂട്ടറിന് വിട്ടുകൊടുത്തേക്കുവാണ്. കാരണം ഈ കെമിസ്ട്രി നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഒരുപാട് മാത്തമാറ്റിക്സിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കാര്യം സജസ്റ്റ് ചെയ്യുവാണേ, നിങ്ങൾ +1 +2 മാത്തമാറ്റിക്സ് ഇല്ലാതെ നമുക്ക് എന്താ പറയാ, ഞാനങ്ങ് പഠിച്ചു കളയാം, എന്റെ ഇഷ്ടം, എനിക്ക് നീറ്റിന് പോകാനാണ് എനിക്ക് താല്പര്യം, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ബയോളജി പരമായിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനാണ് എന്റെ താല്പര്യം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, മാത്സ് എടുക്കുന്നില്ല, മാത്തമാറ്റിക്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാത്തമാറ്റിക്സ് എടുക്കാതിരിക്കരുത് കേട്ടോ. നമുക്കറിയാം കേരളത്തിലെ വളരെ കുറഞ്ഞ സ്കൂളുകളിൽ മാത്രമേ അങ്ങനെ മാത്തമാറ്റിക്സ് ഇല്ലാത്ത ഉള്ളൂ. വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ. ചില പാലക്കാട് ജില്ലയിലും ട്രിവാൻഡ്രം അവിടെ ആ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലൊന്നും എവിടെയും ഇല്ല. എനിവേ അങ്ങനെ ആരും എടുക്കണ്ട എന്നാണ്. അങ്ങനെ ആരും മാത്സ് ഇല്ലാത്ത ഒരു +2 എടുക്കേണ്ടതാണ് എന്റെ ഒപ്പീനിയൻ. നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക ചെയ്യുക. കാരണം മാത്സ് ഇല്ലാതെ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിലുള്ള മാത്തമാറ്റിക്സ് നമുക്ക് അവിടെ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾ മാത്സ് എടുത്തോളുക. നിങ്ങൾ MBBS പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബയോളജി പരമായിട്ടുള്ള കോഴ്സുകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ മാത്സ് എടുത്തോളുക. സോ ഇവിടെ ഒരു കൂടി ചോദിച്ചാൽ, സാർ ആറ്റമിക് തിയറി അപ്പോൾ ശരിയാണോ? സോ ആറ്റമിക് തിയറി എന്ന് പറയുമ്പോൾ ഒരു തിയറി അല്ല. ഓക്കെ കാർത്തികേയൻ, ഒരു തിയറി അല്ല ഉള്ളൂ, ഒരുപാട് തിയറി ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോണ്ടല്ലോ ഒരുപാട് തിയറിയാണ്. നമ്മൾ പണ്ട് പഠിച്ച തിയറി മാത്രമല്ല. ഓക്കെ, ഒരുപാട് തിയറീസ് ഉണ്ട്. ഓക്കെ, അപ്പം ഏറ്റവും അവസാനത്തെ തിയറി എന്താണ്, അവസാനത്തെ തിയറി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവസാനം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറീസ് ഉണ്ട്. അതിപ്പോഴും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സയൻസ് ബ്രാഞ്ച് തന്നെയാണ് നമ്മൾ ആറ്റമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓരോ വർഷം കഴിയുന്നതോറും അതിന്റെ തിയറീസിനോ അല്ലെങ്കിൽ ആ ബ്രാഞ്ചിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ എനിവേ ഞാൻ അതിലേക്ക് സമയം കളയുന്നില്ല. അപ്പം എന്തായാലും നമ്മൾ ഈ പറയുന്ന തിയറീസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഡയറക്ട്ലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായല്ലോ? അപ്പൊ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതും കൂടെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ 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 സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സ്മോൾ കോൺഫിഗറേഷൻ. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പിന്നെ ഉള്ളിൽ അടുത്ത കോൺഫിഗറേഷൻ ഉണ്ടോ? യെസ് ഉണ്ട്. നമ്മളത് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിക്കും. +1 സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്റർ പഠിക്കും. തേർഡ് ചാപ്റ്റർ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി പീരിയോഡിക് ടേബിളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫോർത്ത് ചാപ്റ്റർ നമ്മൾ കെമിക്കൽ ബോണ്ടിങ്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അയോണിക് ബോണ്ടിങ്, കൊവാലന്റ് ബോണ്ടിങ് പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ അതൊന്നും അല്ല, അതിന്റെ ഡെപ്ത് ലെവലിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. നമ്മൾ ഫിഫ്ത് ചാപ്റ്റർ ആയിട്ട് നമ്മൾ തെർമോഡൈനാമിക്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? മെയിൻ ആയിട്ട് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് മെയിൻ ആയിട്ട്. പിന്നെയുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതിൽ +1 നമ്മൾ ലിക്വിഡിനെ കുറിച്ചും ഗ്യാസിനെ കുറിച്ചും പഠിക്കും. മെയിൻലി ഗ്യാസിനെ കുറിച്ചാണ് പഠിക്കുക. ലിക്വിഡിനെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇനി +2 നമ്മൾ സോളിഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ തെർമോഡൈനാമിക്സ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ,
then equilibrium. ഓക്കെ, ഈ ചാപ്റ്റർ ഒക്കെ എന്താണ്? ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഓക്കെ, then അതിനുശേഷം നമ്മള് എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ 2 ചാപ്റ്റർ പഠിക്കും. ഹൈഡ്രജനെ കുറിച്ച് ഒരു ചാപ്റ്റർ ആണ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കും. റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ്? ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് 2 ചാപ്റ്റർ ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി നോമിൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട, പിന്നെ അതിന്റെ പ്യൂരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഓക്കെ ഒരു ചാപ്റ്ററും, ആൻഡ് നെക്സ്റ്റ് എന്താണ്? ഓർഗാനിക് കെമിസ്ട്രിയുടെ എന്താണ്? നോമിൻക്ലേച്ചറും അല്ലെങ്കിൽ റിയാക്ഷൻ മെക്കാനിക്സുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ. ദെൻ ഫൈനലി നമ്മൾ ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് തന്നെയുള്ള ഒരു വലിയൊരു ചാപ്റ്റർ, ആൽക്കെയിൻ. ഏതൊക്കെയാണ് ഹൈഡ്രോകാർബൺസ്? ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻസ് അല്ലെ? ഹൈഡ്രോകാർബൺസിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ. അതിനുശേഷം ലാസ്റ്റ് ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. പക്ഷേ ഈ ചെറിയ ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ചാപ്റ്ററിനെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല. നിങ്ങൾ എൻട്രൻസ് ഫോക്കസ്, ചില ആൾക്കാർ പറയും ഈ ചാപ്റ്റർ ഒക്കെയാണ് എൻട്രൻസ് എക്സാമിനേഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആട്ടോ എന്ന് പറയും. ഓക്കെ, ഇന്ന ചാപ്റ്റർ ഒക്കെയാണ് എൻട്രൻസിന് ഈ ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ എല്ലാ ചാപ്റ്ററിനും ഒരേ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും ചില ചാപ്റ്ററുകൾക്ക് മാത്രം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. കാരണം ഇപ്പം ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഏറ്റവും വലിയ ചാപ്റ്റർ നമ്മുടെ പ്ലസ് വണ്ണിലെ. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഏറ്റവും ചെറിയ ചാപ്റ്റർ എന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇക്വിലിബ്രിയം വലിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അവിടുന്ന് നീറ്റിന് അല്ലെങ്കിൽ ജെഇക്ക് 4 ക്വസ്റ്റ്യൻസ് വരുന്നു വിചാരിക്കുക. 4 ക്വസ്റ്റ്യൻസ് വരുന്നു. ഇക്വിലിബ്രിയം ചാപ്റ്ററിന് 4-ൽ 1 ഉള്ളൂ. ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനേ വരുള്ളൂ, ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും എന്താണ്? ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ്. സോ അല്ലാതെ നമുക്ക് ചില ചാപ്റ്ററുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെ നമുക്ക് ബോർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട്, എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എന്നൊരു ഡിഫറൻസ് ഒന്നും നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. സോ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാകും. നമ്മൾ എൻട്രൻസ് ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് നിങ്ങളുടെ ചാറ്റിങ്ങിലേക്ക് പോവാണ്. സാർ 10th നോമിൻക്ലേച്ചർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു, അത് പഠിക്കണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ട്. ഓക്കെ, ഞാനത് പറയാം. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് ബ്രിഡ്ജ് കോഴ്സിന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, എങ്കിൽ പോലും അതിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. സാർ ഈ ഹീലിയം പി ബ്ലോക്ക് എലമെന്റ് തന്നെയാണോ? ഒരു വീഡിയോ ചോദിച്ചിട്ടാണ് സാർ ഈ ഹീലിയം ഇന്നലെ നമ്മൾ പി ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത് അല്ലെ, ഹീലിയം ഒരു പി ബ്ലോക്ക് എലമെന്റ് തന്നെയാണോ? ഹീലിയം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളില് ഒരു ഗ്രൂപ്പും ഇല്ലാത്ത 2 ആൾക്കാരാണ് ഹൈഡ്രജനും ഹീലിയവും. ആക്ച്വലി ശരിക്കും നമ്മൾ ഹൈഡ്രജനെ ഗ്രൂപ്പ് നമ്പർ 1-ൽ വെച്ചിട്ടുണ്ട്, ഹീലിയത്തിനെ ഗ്രൂപ്പ് നമ്പർ 18-ൽ വെച്ചിട്ടുണ്ട്. പക്ഷേ നെറ്റിന്റെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രജനെ ഗ്രൂപ്പ് നമ്പർ 1-ൽ വെച്ചിട്ടുണ്ട്, ഹീലിയത്തിനെ ഗ്രൂപ്പ് നമ്പർ എന്താണ്? 18-ൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പീരിയോഡ് ടേബിളിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. നമുക്കറിയാം പണ്ടൊരു പീരിയോഡ് ടേബിൾ ഉണ്ടായിരുന്നു, എന്താണ്? മെന്റലീവിന്റെ പീരിയോഡ് ടേബിൾ അല്ലെ? മെന്റലീവിന്റെ പീരിയോഡ് ടേബിൾ. ഈ മെന്റലീവിന്റെ പീരിയോഡ് ടേബിളിന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിയെടുത്ത് പുതിയൊരു പീരിയോഡ് ടേബിൾ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പീരിയോഡ് ടേബിൾ ആയിട്ടുള്ള നമ്മുടെ മോഡേൺ പീരിയോഡ് ടേബിൾ എന്ന് പറയുന്നത്. ഈ മോഡേൺ പീരിയോഡ് ടേബിളിൽ ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും പൊസിഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ, ഹീലിയം ഈ 2 എലമെന്റ്സിന് കൃത്യമായിട്ടൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പീരീഡോ അല്ലെങ്കിൽ പീരീഡ് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ കൃത്യമായിട്ടൊരു ബ്ലോക്കോ എന്നൊന്നും ഇല്ല. ഓക്കെ, അങ്ങനെ ഒരു കാര്യമാണുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഹീലിയത്തിന്റെ കേസിലാണെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് എസ് സബ്ഷെല്ലിലാണ്. പക്ഷെ എന്നിട്ട് പോലും നമ്മൾ അതിനെ പി ബ്ലോക്കിൽ വെച്ചിരിക്കുകയാണ് അല്ലെ? നമ്മൾ എങ്ങനെയാ ബ്ലോക്ക് ഡിസൈഡ് ചെയ്യുക? ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണോ എൻറ്റർ ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ബ്ലോക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. ഹീലിയത്തിന്റെ കേസിൽ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് ഒരു എസ് സബ്ഷെല്ലിലാണ്. സോ അങ്ങനെയാണെങ്കിൽ സാറ് നമുക്ക് അതിനെ എസ് ബ്ലോക്കിൽ കൊണ്ട് വെച്ചാൽ പോരെ. പക്ഷെ എസ് ബ്ലോക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ഹീലിയത്തിന് എസ് ബ്ലോക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ എസ് ബ്ലോക്കിൽ കൊണ്ട് വെക്കും? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, തൽക്കാലത്തേക്ക് പീരിയോഡ് ടേബിളിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഹീലിയത്തിന്റെയും ഹൈഡ്രജന്റെയും ഒക്കെ പൊസിഷൻ. അപ്പൊ നിങ്ങളൊക്കെ വളർന്നു വന്ന് നമ്മൾ എന്ത് ചെയ്യാം, പുതിയ പീരിയോഡ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊക്കെ പുതിയൊരു കാര്യങ്ങൾ കൊടുക്കാം. എന്താണെങ്കിലും മോഡേൺ പീരിയോഡ് ടേബിളിൽ ചില മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ,
പിന്നെ നിങ്ങളുടെ ഓക്കെ പ്ലാസ്മ ഇല്ലേ, പ്ലാസ്മ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്, പക്ഷെ നമ്മളത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല നമ്മുടെ പ്ലസ് വൺ സിലബസിൽ. അതായത് നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പലതിലും നമ്മൾ എന്താ പറയാ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ, അത് എക്സ്ട്രാ കരിക്കുലർ ആണ്, നമ്മുടെ സിലബസിൽ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്, കാരണം അതിനെ കുറിച്ച് സ്റ്റഡീസ് കുറവാണ്. ഓക്കെ, എനിവേ ഞാൻ ഇതിന്റെ നമ്മൾ ബ്രാഞ്ചസ് കുറച്ച് കണ്ടു, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു, നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ ചാപ്റ്ററിനും വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റർ വൈസ് ഞാൻ ഓരോ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണോ ആ ഒരു കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ മോൾ കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണത് മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാനുള്ള കാര്യം. ഇത് പലർക്കും അറിയാമായിരിക്കും, പക്ഷെ എങ്കിൽ പോലും ഞാനത് ഡിസ്കസ് ചെയ്യാണ്. ഹൗ ടു ഫൈൻഡ് ഔട്ട് എന്താണ് മോളിക്കുലർ വെയിറ്റ്. ഓക്കെ, മോളിക്കുലർ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ഓക്കെ, ഞാൻ ഇനി ചാറ്റിംഗ് ഞാൻ ഇതിനിടയ്ക്ക് പിന്നെ നോക്കാം കേട്ടോ, സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ചാറ്റിംഗിലേക്ക് ഞാൻ വരാം. ഹൗ ടു ഫൈൻഡ് ഔട്ട് മോളിക്കുലർ വെയിറ്റ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ കുറച്ച് എലമെന്റ്സിന്റെ മാസ് നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഫോർ എക്സാമ്പിൾ, കാർബണിന്റെ ആറ്റമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ എത്രയാണ്? 12. ഹൈഡ്രജന്റെ എത്രയാണ്? 1. നൈട്രജന്റെയോ 14. ക്ലോറിന്റെയോ 35.5. ഇങ്ങനെ കുറച്ച് എലമെന്റ്സിന്റെ മാത്രം. സോഡിയം എത്രയാണ്? സോഡിയം 23. ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ എത്രയാണ്? ഓക്സിജൻ 16. സൾഫർ എത്രയാണ്? സൾഫർ 32. സോ ഇത്രയും എലമെന്റ്സിന്റെ എങ്കിലും ആറ്റോമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. എല്ലാത്തിന്റെയും മാസ് നമ്പർ നിങ്ങളോട് പഠിക്കാൻ ഞാൻ പറയുന്നില്ല, ഇത്രയും എലമെന്റ്സിന്റെ എങ്കിലും മാസ് നമ്പർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. നോട്ട് ചെയ്യുന്നുണ്ടല്ലോ? നിങ്ങൾ വെറുതെ സിനിമ കാണുന്ന പോലെ വന്നിരിക്കരുത്, കൃത്യമായിട്ടുള്ള നോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. ഇത് ക്ലാസ് റൂം തന്നെയാണ്, ക്ലാസ് തന്നെയാണ്, എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പോകണം. മനസ്സിലായില്ലേ? ഓക്കെ, എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഈ പറയുന്ന എലമെന്റ്സിന്റെ ആറ്റമിക് മാസ് നമ്പർ, ആറ്റമിക് മാസ് അല്ലെങ്കിൽ മാസ് നമ്പർ. സോ എന്താണ് സാർ ഈ ആറ്റമിക് മാസ് എന്ന് പറയുന്നുണ്ടല്ലോ, മാസ് നമ്പർ എന്ന് പറയുന്നുണ്ടല്ലോ? സോ അതൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. എന്താണ് ഈ മാസ് നമ്പറും ആറ്റമിക് മാസ് നമ്പർ ഡിഫറൻസ്? സോ അതിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ 3 ദിവസം അത് തന്നെ പഠിപ്പിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അത്രയും വലിയൊരു ടോപ്പിക്കാണ്. മനസ്സിലായല്ലോ? ഓക്കെ, കാരണം സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഏകദേശം ഒരു 1 മന്ത് എടുക്കും നമ്മൾ ആ ചാപ്റ്റർ പഠിക്കാൻ. അത്രയും വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അത്രയും വലിയൊരു ചാപ്റ്റർ ആണ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഇതൊരു മോളിക്യൂൾ ആണ്. ഈ മോളിക്യൂളിന്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ മോളിക്യൂളിന്റെ മോളിക്കുലർ വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബണും 2 ഓക്സിജനുമാണ് പ്രസന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഒരു കാർബണിന്റെ ആറ്റമിക് മാസ് എത്രയാണ്? 12 പ്ലസ് 2 ഓക്സിജന്റെ ആറ്റമിക് മാസ്. നമുക്കറിയാം ഒരു ഓക്സിജന്റെ ആറ്റമിക് മാസ് എത്രയാണ്? 16. സോ 2 into 16. 2 into 16. അപ്പൊ എത്രയാ വരിക? 12 plus 2 and 16, that is 12 plus 32, that is 44. സോ ഈ രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുക? മോളിക്കുലർ വെയിറ്റ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, മോളിക്കുലർ മാസ്. ഓക്കെ, ക്ലിയർ? ഞാൻ ആ മോളിക്കുലർ മാസ് 44 ഗ്രാം എന്നുള്ള കാര്യം ഞാൻ തൽക്കാലം പറയുന്നത്. അപ്പൊ നിങ്ങൾ മോളിക്കുലർ വെയിറ്റ് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ എക്സാമ്പിൾസിലേക്ക്, ഒരുപാട് എക്സാമ്പിൾസിലേക്ക് പോകുന്നില്ല. ഓക്കെ, NH3. What is the molecular weight of NH3? So NH3 യുടെ molecular weight നമ്മൾ കണ്ടുപിടിക്കാൻ മോളിക്കുലർ വെയിറ്റ് മോളിക്കുലർ മാസ് സെയിം ആണോ? സോ നമുക്ക് കെമിസ്ട്രിയുടെ ഇതിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ വലിയ ഡിഫറൻസ് ഒന്നും കൊടുക്കാറില്ല. ബട്ട് വി നോ ദാറ്റ് വെയിറ്റും മാസും ഡിഫറെന്റ് ആണ്. അക്കോർഡിംഗ് ടു ഫിസിക്സ് വി നോ ദാറ്റ്. വെയിറ്റ് വെച്ചാൽ വാട്ട് ഈസ് ആക്ച്വലി വെയിറ്റ്? വെയിറ്റ് എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ആണ് അല്ലെ?
വെയിറ്റ് എന്ന് വെച്ചാൽ ഗ്രാവിറ്റി ആണ് ആക്ച്വലി എന്താണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആണ്, വെയിറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എർത്തിൽ നിൽക്കുമ്പോഴും മറ്റൊരു പ്ലാനറ്റിൽ പോകുമ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. വെയിറ്റ് കോൺസ്റ്റന്റ് അല്ല, വെയിറ്റ് എന്താണ് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ മാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഏത് പ്ലാനറ്റിൽ പോയിട്ടുണ്ടെങ്കിലും മാസ് ഡിഫറെന്റ് ആവില്ല. പക്ഷെ നിങ്ങളുടെ വെയിറ്റ് എന്താണ്, കോൺസ്റ്റന്റ് അല്ല, അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കാം. ദാറ്റ് ഈസ് ദി ഡിഫറൻസ്. സോ NH3 യുടെ മോളിക്കുലർ വെയിറ്റ് മീൻസ് 1 നൈട്രജൻ ആൻഡ് 3 ഹൈഡ്രജൻ. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ എല്ലാ ടോപ്പിക്കും പറയേണ്ടത് കൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുവാണ്. സോ നൈട്രജൻ 1 നൈട്രജൻ what is atomic mass 14 plus 3 hydrogen is there, 3 hydrogen ഉണ്ട്. So 3 into 1. അപ്പൊ നമുക്ക് ഒരു മോളിക്യൂളില് ഏതൊക്കെ ആറ്റംസ് ആണോ ഉള്ളത് ആ ആറ്റംസിന്റെ ഒക്കെ ആറ്റമിക് മാസുകൾ നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോളിക്കുലാർ മാസ് കിട്ടും. സോ നൈട്രജൻ ഈസ് ദ 1 nitrogen having an atomic mass 14 plus 3 hydrogen ഉണ്ട്. So 3 into 1. അപ്പൊ എത്രയാണ് 17. So 17 is the molecular weight. 17 is the molecular weight. Okay. അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് ആൾക്കാരുടെ മോളിക്കുലാർ വെയിറ്റ് കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സോ ഇനി മോളിക്യൂൾ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? നോക്കി, നിങ്ങൾ മോളിക്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഡിഫറെന്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, NaCl എന്ന് പറയുന്ന ആള് ഒരു മോളിക്യൂൾ ആണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. NaCl is it a molecule? What is your opinion? എല്ലാവരും ചാറ്റ് ചെയ്തേ. NaCl ഒരു മോളിക്യൂൾ ആണോ? സോ മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് വരുന്നത് ചാറ്റിങ്ങില്. NaCl ഒരു കോമ്പൗണ്ടാ സാറേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. NaCl is not a compound എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്തായാലും NaCl ഒരു മോളിക്യൂൾ അല്ല. NaCl is not a molecule. അപ്പൊ നമ്മൾ എങ്ങനെയാണ് മോളിക്യൂൾ എന്ന് പറയുക? നമ്മൾ ജനറലി കെമിസ്ട്രിയിൽ നമ്മൾ മോളിക്യൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ so we know that there are two kinds of compounds. അല്ലെ, there are two kinds of compounds. ഏതൊക്കെയാണ്? അയോണിക് ബോണ്ടിങ് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സും ഉണ്ട്, അയോണിക ബന്ധനം വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ടുകൾ. നിങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ? ഇങ്ങനെ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞേ. മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരില്ലേ, നിങ്ങൾക്ക് ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നത്? ചെറുതായിട്ട് അല്ലെ, ചെറുതായിട്ട്. ഓക്കെ. അപ്പൊ തൽക്കാലം ശ്രദ്ധിക്കുക, നമ്മളിപ്പം +1 നമ്മൾ എൻട്രി ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് തീർച്ചയായിട്ടും മുഴുവനായിട്ട് നമ്മൾ മലയാളത്തിലൊക്കെ പറയാന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു 1 month ഒക്കെ ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. 1 month എന്ന് വെച്ചിട്ട് നമ്മള് ഇതിന്റെ എല്ലാം മലയാളം കൂടെ പറയാൻ വേണ്ടി പോയിട്ട് മലയാളം പറയണം, മലയാളത്തിലുള്ള ടേംസ് എന്തായാലും എന്നുള്ള കാര്യം പറയണം. പക്ഷെ ആ മലയാളം ടേംസും കൂടെ നമ്മൾ കൂടെ പഠിച്ച് നമ്മൾ അങ്ങനെ പോകുന്നത് ഒരിക്കലും ശരിയാവില്ല. ഓക്കെ, നമ്മളിപ്പോ ചില ആൾക്കാരൊക്കെ പറഞ്ഞു ഇംഗ്ലീഷ് മൂവീസ്, നമ്മൾ കുറെ ഇംഗ്ലീഷ് മൂവി കാണുവാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കും എന്ന് പറയുന്ന കാര്യമുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് മൂവി കണ്ടിട്ട് ഇംഗ്ലീഷ് മൂവിയുടെ താഴെ നമ്മൾ മലയാളം സബ് ടൈറ്റിലും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മലയാളത്താണ് നമ്മൾ ആ മലയാളത്തിലുള്ള കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്സിൽ ഫുള്ള് ഞാനിപ്പോ ഓരോ കാര്യങ്ങൾ മലയാളത്തിലും കൂടെ പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇംഗ്ലീഷിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മനസ്സിലായല്ലോ? കാരണം നമുക്ക് ഇനി അങ്ങോട്ട് നമുക്ക് മലയാളത്തിന് ഒരു കാര്യമില്ല അല്ലെ. മലയാളത്തിൽ നമുക്ക് ഒരിക്കലും സയൻസ് സബ്ജക്ട് ഒരിക്കലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പം അങ്ങനെ കൂടുതൽ ആൾക്കാരും എന്താണ്, കുറച്ചൊക്കെ ആൾക്കാർ എന്താണ് പ്രോബ്ലം ഉണ്ട് സാർ എന്ന് പറയുന്നു. ഓക്കെ, എന്തായാലും അപ്പം അത് എന്താ പറയാ, അതിനുവേണ്ടി ഞാനിപ്പോ ഒരുപാട് ടേംസ് ഞാൻ മലയാളത്തിൽ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും കോമ്പൗണ്ട് എന്ന് വെച്ചാൽ സംയുക്തത്തിന്റെ എന്താണ് ഇംഗ്ലീഷാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ ഒരു ഇത് ലാസ്റ്റ് തരാം കേട്ടോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ. അപ്പൊ ശ്രദ്ധിക്കുക, NaCl വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല.
So as we know, there are two kind of compounds, that is ionic compounds and covalent compounds. Ionic compounds ഉണ്ട്, that is ionic സംയുക്തങ്ങളും ഉണ്ട്, സഹസംയോജക സംയുക്തങ്ങളും ഉണ്ട്. എന്താണ് സഹസംയോജക സംയുക്തങ്ങൾ? ഈ സഹസംയോജക സംയുക്തങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അല്ലെ? കോവാലന്റ് കോമ്പൗണ്ട്സ് എന്താണ്? സഹസംയോജക സംയുക്തങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? സഹസംയോജക സംയുക്തങ്ങൾ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരാൾ ചോദിച്ച ഡൗട്ട്, സാർ പ്ലസ് വൺ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് അല്ലേ? പ്ലസ് വൺ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ്. നിങ്ങൾ ഒരിക്കലും മലയാളത്തിലുള്ള ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ അത് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ട് തരാം. കെമിസ്ട്രിയുടെ അവൈലബിൾ ആണ്, ബയോളജിയുടെ അവൈലബിൾ അല്ല. കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. ഞാൻ അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അത് നിങ്ങളെ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക, ഒരിക്കലും അത് വെച്ച് കൂടുതലായിട്ട് നിങ്ങൾ മലയാളം തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കരുത്. ഓക്കെ, അത് ശരിക്കും എന്താണ്, നമുക്ക് ഒരിക്കലും പിന്നീട് ഹയർ സ്റ്റഡീസ് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ എന്താണ് ഹയർ സ്റ്റഡീസ് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. നമുക്ക് ഒരിക്കലും കാലാകാലം നമുക്ക് മലയാളത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല അല്ലെ? അപ്പൊ അത് മാത്രമല്ല, നമുക്ക് അതിന്റെ മലയാളം ടെക്സ്റ്റ് ബുക്സ് വായിച്ചാൽ നമുക്ക് അതിന്റെ കോമഡി മനസ്സിലാവുക. ചില ടേംസിലൊക്കെ മലയാളം ടേംസ് പോലാണല്ലോ ഭയങ്കര കോമഡിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും വേണ്ട, നമ്മൾ ഇംഗ്ലീഷ് തന്നെ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കും. കാരണം നമുക്ക് ചില സയന്റിഫിക് ആയിട്ടുള്ള ടേംസിനൊക്കെ നമ്മൾ മലയാളീകരിച്ച് മലയാളം ടേംസ് പറയാൻ വേണ്ടി ഇതിനുണ്ടെങ്കിൽ ഭയങ്കര എന്താണ് കോമഡി ആയിരിക്കും, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഭയങ്കര സംസ്കൃതം ശ്ലോകം പഠിക്കില്ലേ, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ എന്താണ് മലയാളം പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നോക്കി നെറ്റിന്റെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ? ചില ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം, നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടോ? നെറ്റിന്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ റെക്കോർഡ് വീഡിയോസ് എന്താണ് അയച്ചു തരാം. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഫീൽ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡ് വീഡിയോസ് കാണാം. ഓക്കെ 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 അതിനുള്ള ഒരു കുസൃതി ഉണ്ട്. സ്വിച്ചിന്റെ മലയാളം എന്താ സാർ? എനിക്കറിയില്ല കേട്ടോ, പണ്ടെപ്പോഴും കേട്ടിട്ടുണ്ട്. ഓക്കെ, സ്വിച്ചിന്റെ മലയാളം എന്താണ്? ഓക്കെ, സ്വിച്ചിന്റെ മലയാളം എന്താണെന്ന് ചിലർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അല്ലെ? ഓക്കെ, എന്താണ് ഞാനിപ്പോ ടൈപ്പ് പറയുന്നില്ല. ഓക്കെ, അപ്പൊ അതുപോലെയാണ് സ്വിച്ചിന്റെ മലയാളം. അതൊരു കോമഡി അല്ലേ? സ്വിച്ചിന്റെ മലയാളം നമുക്ക് ഒരുപാട് നീട്ടി എന്തോ ഒരു വാക്കാണ് സ്വിച്ചിന്റെ മലയാളം അല്ലെ? അപ്പൊ അതേപോലെ നമ്മുടെ സയൻസിലെ പല ടേംസ് നമ്മൾ മലയാളീകരിച്ച് പഠിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഓക്കെ, അപ്പൊ എനിവേ ഞാൻ ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, NaCl എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ട് കോവാലന്റ് കോമ്പൗണ്ട്സിനെ മാത്രമേ നമ്മൾ മോളിക്യൂൾസ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓൺലി കോവാലന്റ് കോമ്പൗണ്ട്സിനെ മാത്രമേ നമുക്ക് മോളിക്യൂൾസ് എന്ന് വിളിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. വി ക്യാൻ കോൾ ഓൺലി കോവാലന്റ് കോമ്പൗണ്ട്സ് ആസ് മോളിക്യൂൾസ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഒരിക്കലും ഒരു അയോണിക് കോമ്പൗണ്ടിനെ മോളിക്യൂൾ എന്ന് വിളിക്കാൻ സാധിക്കും. ഇറ്റ്സ് വെരി ബേസിക് ഐഡിയ. വി ക്യാൻ കോൾ ഓൺലി കോവാലന്റ് കോമ്പൗണ്ട്സ് ആസ് മോളിക്യൂൾ. നമ്മൾ മോളിക്യൂൾസ് എന്ന് വിളിക്കണമെങ്കിൽ ആ കോമ്പൗണ്ട് എന്തായിരിക്കണം? കോവാലന്റ് കോമ്പൗണ്ട് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ NaCl എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ അല്ല, ബിക്കോസ് NaCl is an ionic compound. അയോണിക് കോമ്പൗണ്ട് ഒരിക്കലും എന്തല്ല? മോളിക്യൂൾ അല്ല. പകരം ഈ അയോണിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമ്മൾ അതിന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയില്ല, പകരം നമ്മൾ എന്താണ് ഫോർമുല വെയിറ്റ് എന്നാണ് പറയുന്നത്. അയോണിക് കോമ്പൗണ്ട്സ് ആണ് എങ്കിൽ നമ്മൾ അതിനെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയില്ല, പകരം നമ്മൾ എന്താ പറയാ ഫോർമുല വെയിറ്റ് എന്നാണ് പറയുന്നത്. അപ്പൊ NaClന്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് ആരും പറയില്ല. എന്തുകൊണ്ടാണ് മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ്? NaCl ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് കോമ്പൗണ്ടിനെ ഒരിക്കലും മോളിക്യൂൾ വിളിക്കാൻ പാടില്ല. കോവാലന്റ് കോമ്പൗണ്ട്സിനെ മാത്രമേ മോളിക്യൂൾസ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ ചില വളരെ ബുദ്ധിമുട്ട് ആൾക്കാരുള്ള എന്താണ് ഓക്കെ ആൽവിയ ജോസഫ്. ഓക്കെ, വൈദ്യുതി ആഗമന നിഗമന നിയന്ത്രണ യന്ത്രം. വെരി ഗുഡ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പല ആൾക്കാരും ആൻസർ ചെയ്തിട്ടുണ്ട് സ്വിച്ചിന്റെ മലയാളം. ഓക്കെ, എനിവേ covalent compounds എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ what is the difference between covalent compounds and ionic compounds? We will discuss later. Okay, next section we will discuss ചെയ്യും. covalent compounds എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത് വഴി ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് covalent compounds എന്ന് പറയുന്നത്. അയോണിക് കോമ്പൗണ്ട്സ് നമുക്കറിയാം, ഒരാള് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും, മറ്റേ ആൾ എന്താണ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ആണ് നമ്മൾ എന്ത് പറയുന്നത്? അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒന്നും ഒരുപാട് ബേസിസിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രം.
ഓക്കെ, അപ്പൊ NaClന്റെ ഫോർമുല വെയിറ്റ് എന്നാണ് പറയാം. എത്രയാണ് NaClന്റെ ഫോർമുല വെയിറ്റ്? എത്രയാണ് NaClന്റെ ഫോർമുല വെയിറ്റ്? കുറച്ച് ആൾക്കാർ ആൻസർ പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ കൂട്ടിയാൽ മതി. സോഡിയത്തിന്റെ കേസ്, സോഡിയത്തിന്റെ ആറ്റമിക് മാസ് കൊടുത്തിട്ടുണ്ട്, ക്ലോറിന്റെയും കൊടുത്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ. സോ ഫസ്റ്റ് ആൻസർ പറഞ്ഞ അലൈന കരുണിയൻ ആണ്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, 58.5 ആണ്. ഓക്കെ, ഞാനിപ്പം ഇവിടെ യു എന്നോ ജി എന്നൊക്കെ വെച്ചിട്ടുള്ള കാര്യം തൽക്കാലം പറയുന്നില്ല. നമുക്ക് പിന്നീട്